Hello, welcome to Red Short Talks. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഈ വിശകലനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിഫ്റ്റി 50യിലാണ് ശ്രദ്ധിക്കുന്നത്. നാളത്തേക്ക്, അതായത് ഓഗസ്റ്റ് 20ലേക്ക് ഒരു ഇൻട്രാഡേ ട്രേഡിംഗ് സാധ്യത എങ്ങനെ കാണുന്നു എന്നാണ് നോക്കുന്നത്. അപ്പൊ കയ്യിലുള്ള ഡെയിലി, 1 മണിക്കൂർ, പിന്നെ 15 മിനിറ്റ് ചാർട്ടുകളൊക്കെ ഉണ്ട്. പ്രൈസ് ആക്ഷനും RSI വെച്ചും നമ്മൾ ഇത് വിശകലനം ചെയ്യും. ഒരു വ്യക്തമായ ചിത്രം തരാനാണ് ശ്രമം. തുടങ്ങാം അല്ലെ? തീർച്ചയായും. നമുക്ക് ആദ്യം ആ മണിക്കൂർ ചാർട്ട് ഒന്ന് എടുത്തു നോക്കാം. ഒരു ബ്രോഡർ വ്യൂ കിട്ടുമല്ലോ. നിഫ്റ്റി ശരിക്കും പറഞ്ഞാൽ 24,300 ലെവലിൽ നിന്ന് ഒരു വ്യക്തമായ മുകളിലേക്കുള്ള യാത്രയിലാണ്. അപ് ട്രെൻഡ് എന്ന് പറയാം. തുടർച്ചയായി ഹയർ ഹൈസും ഹയർ ലോസും ഉണ്ടാക്കുന്നുണ്ട്. അതൊരു പോസിറ്റീവ് സിഗ്നലാണ്. പക്ഷെ ഇപ്പൊ നോക്കുവാണെങ്കിൽ ഒരു 24,980, 25,000 റേഞ്ചിനടുത്ത് വിലയൊന്ന് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു കൺസോളിഡേഷൻ പോലെ. അതായത് മുകളിലേക്കുള്ള യാത്രയിലെ ഒരു ചെറിയൊരു സ്റ്റോപ്പ് അല്ലേ? അതെ, ഒരു സൈഡ് വേസ് മൂവ്മെന്റ്, പക്ഷെ ട്രെൻഡ് നിലനിർത്തിക്കൊണ്ടാണ്. ശരി. അപ്പോ ഈ കൺസോളിഡേഷൻ സമയത്ത് RSI എന്ത് പറയുന്നു? അതാണല്ലോ മൊമെന്റം ഇൻഡിക്കേറ്റർ. RSI 14 ഇപ്പോ ഏകദേശം 65ലാണ് നിൽക്കുന്നത്. അത് ബുള്ളിഷ് മൊമെന്റം ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഷോർട്ട് ടേമിൽ ഒരു ഓവർ ബോട്ട് സോണിനടുത്താണ്. 70 മുകളിലോട്ടൊക്കെ പോയാൽ നമ്മൾ ഓവർ ബോട്ട് എന്ന് പറയും. ഓക്കെ, അപ്പൊ കുറച്ചൊരു കോഷൻ വേണം അവിടെ. വേണം. പ്രധാന റെസിസ്റ്റൻസ്, അതായത് തടസ്സം വരുന്നത് 25,050 തൊട്ട് 25,100 സോണിലാണ്. അത് ബ്രേക്ക് ചെയ്താൽ പിന്നെ 25,250 നോക്കാം. താഴെയോ സപ്പോർട്ട് എവിടെയാണ്? താഴെ സപ്പോർട്ട് വരുന്നത് 24,880 ആണ് ഒരു പ്രധാന ലെവല്. പിന്നെ 24,750. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ട്രെൻഡ് പോസിറ്റീവ് ആണ്. എന്നാലും ഇൻട്രാഡേയിൽ ഒരു ചെറിയ തിരുത്തൽ, ഒരു പുൾ ബാക്ക് തള്ളിക്കളയാൻ പറ്റില്ല. വളരെ ക്ലിയർ ആയി പറഞ്ഞു. അപ്പോ ഹയർ ടൈം ഫ്രെയിം ബുള്ളിഷ്, പക്ഷേ 25,000-നടുത്തൊരു സ്റ്റോപ്പ്. ഇനി നമുക്ക് കുറച്ചുകൂടി സൂം ഇൻ ചെയ്ത് 15 മിനിറ്റ് ചാർട്ടിലേക്ക് വരാം. അവിടെ എന്താണ് കാണുന്നത്? ഇൻട്രാഡേ ട്രേഡേഴ്സ് കൂടുതൽ ശ്രദ്ധിക്കുന്ന ചാർട്ടാണല്ലോ അത്. അതെ, 15 മിനിറ്റ് ചാർട്ടിൽ ഈ സൈഡ് വേസ് മൂവ്മെന്റ്, ഈ തങ്ങി നിൽക്കൽ കുറച്ചുകൂടി വ്യക്തമാണ്. 25,000 എന്ന റൗണ്ട് നമ്പറിൽ വില പലതവണ തട്ടി നിൽക്കുന്നുണ്ട്. അതൊരു സൈക്കോളജിക്കൽ ലെവൽ കൂടിയാണല്ലോ. ശരിയാണ്. ഇത് കാരണം ഒരു ചെറിയ റേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 24,900 മുതൽ 25,000 വരെ ഒരു 100 പോയിന്റ് റേഞ്ച്. RSI ആണെങ്കിൽ 55നും 65നും ഇടയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നിൽക്കുകയാണ്. ഇതൊരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ ട്രേഡേഴ്സ് ശരിക്കും ഒരു ബ്രേക്ക് ഔട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഈ 24,900, 25,000 റേഞ്ചിൽ നിന്ന് എങ്ങോട്ട് പോകും എന്നറിയാൻ. അതെ, കൃത്യമായി പറഞ്ഞാൽ അതാണ് അവസ്ഥ. ഒരു തീരുമാനത്തിനായി കാത്തിരിക്കുന്നു. അപ്പോ ഈ വിശകലനം വെച്ച് നാളത്തേക്ക് ഓഗസ്റ്റ് 20ന് ഒരു ട്രേഡ് എടുക്കാൻ നോക്കുന്ന ഒരാൾക്ക് എന്ത് പ്ലാൻ കൊടുക്കാൻ പറ്റും? എവിടെ എൻട്രി, എവിടെ എക്സിറ്റ്? ശരി, നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കാം. പ്രധാനമായിട്ടും നമ്മൾ ഈ 24,950, 25,050 എന്നൊരു 100 പോയിന്റ് സോൺ ശ്രദ്ധിക്കണം. അപ്പോ ലോങ് പോകാൻ, അതായത് ബുള്ളിഷ് വ്യൂ ആണെങ്കിൽ, മുകളിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, അതെ, 25,050 ലെവലിന് മുകളിൽ വില നല്ല ശക്തിയോടെ, നല്ല വോള്യത്തോടെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ലോങ് എൻട്രിക്ക് ശ്രമിക്കാം. ഒരു പക്ഷേ കുറച്ചുകൂടി സേഫ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് ആ ലെവലിൽ തിരിച്ചു വന്ന് സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് എൻട്രി എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു റീടെസ്റ്റ് എന്ന് പറയും. ഓക്കെ, സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കും? സ്റ്റോപ്പ് ലോസ് 24,950 താഴെ വെക്കാം. ലക്ഷ്യങ്ങളോ, ടാർഗറ്റ്സ് ആദ്യത്തേത് TP1 25,150, പിന്നെ TP2 25,250. ഒരു പക്ഷേ 25,400 വരെയും നോക്കാവുന്നതാണ് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച്. ശരി, ഇനി ഷോർട്ട് പോകാനുള്ള സാധ്യതയോ, അതായത് താഴേക്ക് പോകും എന്ന് കരുതുന്നെങ്കിൽ? സാധ്യതയും നോക്കണം. ഈ 25,000, 25,050 സോൺ ഒരു റെസിസ്റ്റൻസ് ആയി പ്രവർത്തിച്ച് അവിടെ വില തട്ടി താഴോട്ട് വരികയാണെങ്കിൽ, അതായത് ഒരു ബിയറിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ഒക്കെ അവിടെ രൂപപ്പെടുകയാണെങ്കിൽ ഷോർട്ട് എൻട്രി പരിഗണിക്കാം. സ്റ്റോപ്പ് ലോസ് അപ്പൊ 25,100 മുകളിൽ വെക്കണം. ടാർഗറ്റ്സ് താഴേക്ക് TP1 24,880, പിന്നെ TP2 24,750. RSI താഴോട്ട് ഡൈവേർജ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് ആണോ എന്നൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഓക്കെ, എൻട്രി പ്ലാനുകൾ വ്യക്തമായി. പക്ഷേ ട്രേഡ് എടുത്താൽ മാത്രം പോരല്ലോ. റിസ്ക് മാനേജ്മെന്റ്
അത് എപ്പോഴും പ്രധാനമാണ്. ഈ പ്ലാനുകൾ നടപ്പാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം? തീർച്ചയായും റിസ്ക് മാനേജ്മെന്റ് ആണ് ഏറ്റവും പ്രധാനം. കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്നാമതായി, ഈ 24,950-നും 25,000-നും ഇടയിൽ, അതായത് റേഞ്ചിന്റെ നടുക്ക് വെച്ച് ട്രേഡ് ചെയ്യാൻ പോകരുത്. ഒന്നുകിൽ മുകളിലോട്ട് ബ്രേക്ക് ചെയ്യട്ടെ, അല്ലെങ്കിൽ താഴോട്ട് റിജക്ട് ചെയ്യട്ടെ. അതിനായി കാത്തിരിക്കുക. ശരിയാണ്, നോ ട്രേഡിംഗ് സോൺ പോലെ. അതെ. രണ്ടാമത്, ഒരു ട്രേഡിലും നിങ്ങളുടെ കയ്യിലുള്ള മൊത്തം ക്യാപിറ്റലിന്റെ 1% കൂടുതൽ റിസ്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പൊസിഷൻ സൈസിംഗ് പ്രോപ്പർ ആയിരിക്കണം. മൂന്നാമത്, ആദ്യത്തെ ടാർഗറ്റ് TP1 എത്തുമ്പോൾ കുറഞ്ഞത് പകുതി ക്വാണ്ടിറ്റി എങ്കിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ളതിന്റെ സ്റ്റോപ്പ് ലോസ് എൻട്രി പ്രൈസിലേക്ക് മാറ്റുക. ട്രെയിലിംഗ് എന്ന് പറയും. അപ്പൊ പിന്നെ ആ ട്രേഡ് നഷ്ടത്തിലാവില്ല. ഓക്കെ, റിസ്ക് ഫ്രീ ആക്കാം. പിന്നെ ഗ്ലോബൽ മാർക്കറ്റ് സൂചനകൾ ശ്രദ്ധിക്കണം. ഡോളർ ഇൻഡെക്സ്, ക്രൂഡ് ഓയിൽ, നമ്മുടെ വിക്സ്, ഇവയൊക്കെ ഇടയ്ക്ക് വോളറ്റൈലിറ്റി കൂട്ടാൻ സാധ്യതയുണ്ട്. അവസാനമായി ഓർക്കേണ്ട ഒരു കാര്യം, ഡെയിലി ചാർട്ട് ഇപ്പോഴും ബുള്ളിഷ് ആണ്. അതുകൊണ്ട് വളരെ ശക്തമായ ഒരു റിജക്ഷൻ സിഗ്നൽ കിട്ടാതെ ഷോർട്ട് പോകുന്നതിനേക്കാൾ ലോങ് സാധ്യതകൾക്ക് മുൻഗണന നൽകുന്നതാണ് ഒരുപക്ഷെ നല്ലത്. അപ്പോ ചുരുക്കി പറഞ്ഞാല്, നാളത്തെ ഗെയിം പ്ലാൻ പ്രധാനമായും ഈ 24,950, 25,010 റേഞ്ചിന് അടിസ്ഥാനമാക്കിയാണ്. ഇതിനു മുകളിലാണോ താഴെയാണോ എന്ന് നോക്കി കൃത്യമായ റിസ്ക് മാനേജ്മെന്റോടെ ട്രേഡ് ചെയ്യുക. ഈ വിശകലനം നാളത്തെ ട്രേഡിങ്ങിന് നിങ്ങൾക്കൊരു വ്യക്തത നൽകി എന്ന് കരുതുന്നു. അതെ, പക്ഷെ ഒരു കാര്യം ഓർക്കണം, മാർക്കറ്റ് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആകണമെന്നില്ല. ഇതൊരു പ്ലാൻ ആണ്, ഒരു വഴികാട്ടി മാത്രം. നിങ്ങളുടെ സ്വന്തം അനാലിസിസും റിസ്ക് എടുക്കാനുള്ള കഴിവും അനുസരിച്ച് വേണം എപ്പോഴും ട്രേഡ് ചെയ്യാൻ. പിന്നെ ഒരു ചിന്തയ്ക്ക്, നമ്മൾ ഈ പറഞ്ഞ റേഞ്ച് 24,950, 25,050, ഇതിനും അപ്പുറത്തേക്ക് വളരെ അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചാൽ, ഒരു വലിയ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ വന്നാൽ, അത്തരം സാഹചര്യങ്ങളെ എങ്ങനെ നേരിടും എന്നും ഒരു പ്ലാൻ മനസ്സിലുണ്ടാകുന്നത് നല്ലതാണ്. ശരിയാണ്, എപ്പോഴും അൺസർട്ടനിറ്റി മാർക്കറ്റിന്റെ ഭാഗമാണല്ലോ. എന്തായാലും ഈ വിശദമായ ചർച്ചയ്ക്ക് വളരെ നന്ദി.